കനകമല കുരിശുമുടി തീർത്ഥാടനം 87ാം തീർത്ഥാടനം ഫെബ്രുവരി 15 മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളാണ് ഈ വിശേഷങ്ങളും നാട് മുഴുവൻ അറിയിക്കുന്നത്. വർഷങ്ങളിൽ നിങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഈ വർഷവും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. നാളെ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് കനകമല കുരിശുമുടിയിൽ പതാക ഉയർത്തി നടത്തുകയാണ്. അതിനുശേഷം ശനിയാഴ്ച വൈകിട്ട് 6:45 കുരിശുമുടിയിലെ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ഉണ്ടാകും. ഞായറാഴ്ചയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി. 3 മണിക്ക് വേലൂപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ദീപശിഖ ഏറ്റുവാങ്ങി കൊടകര വല്ലപ്പാടി പള്ളികളുടെ സ്വീകരണം സ്വീകരിച്ച് നമ്മൾ 5:30 കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്നു. അഭിയന്യ പോളി കണ്ണുകാടൻ പിതാവ് ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ ദീപം ഏറ്റുവാങ്ങി അടിവാരത്തെ പള്ളിയിൽ തിരിതെളിയിച്ച് ഈ വർഷത്തെ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനുശേഷം ദീപശിഖ ജനറൽ കൺവീനർ ശ്രീ വർഗീസ് കള്ളിയത്തുപറമ്പിലിന് കൈമാറി അത് കനകമല കുരിശുമുടിയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നു. 7 മണിക്ക് വിശുദ്ധ കുർബാന. ആ കുർബാനയോടുകൂടി ഈ വർഷത്തെ തീർത്ഥാടനത്തിന്റെ ആത്മീയ കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. മുൻ വർഷങ്ങളെ പോലെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. പ്രാർത്ഥിക്കാനായിട്ട് നാനാജാതി മതസ്ഥരായ എല്ലാവരെയും വിശ്വാസികളെ സ്നേഹപൂർവ്വം കനകമലയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ദേവാലയത്തിലെ കുർബാന ക്രമങ്ങൾ എല്ലാ ദിവസവും 6 മണിക്ക്, രാവിലെ 6 മണിക്കും അതുപോലെ തന്നെ വൈകിട്ട് 7 മണിക്കും കുർബാനകൾ ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച 11 മണിക്കും അതുപോലെ തന്നെ ഞായറാഴ്ച 9 മണിക്കും കുർബാനകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലതിഞ്ഞ്, നൊവേന, മറ്റു തിരുക്കർമ്മങ്ങളും അതോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. കനകമല 87ാം തീർത്ഥാടനം. ഈ കനകമല തീർത്ഥാടനത്തിൽ ഈ കനകമല എന്നുള്ള പേര് തന്നെ വരാൻ ഒരു കാരണം, ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അന്ന് 40 കാലഘട്ടത്തിൽ പേരാമ്പ്ര പള്ളിയിലുണ്ടായ അന്തപ്പൻ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛന് രാത്രി കിട്ടിയ ഒരു സന്ദേശവും ഒരു ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് കനകമല എന്നുള്ള കുരിശുമുടി ആയത്. അന്ന് ഇത് കോടശ്ശേരി മലയായിരുന്നു. ഈ അച്ഛന് ഈ ദർശനം കിട്ടി അന്നത്തെ അച്ഛനും കൈക്കാരന്മാരും കൂടി ഈ മലയുടെ മുകളിലേക്ക് വെട്ടിത്തെളിച്ച് കയറിയപ്പോൾ അന്ന് ഭാരതത്തിന്റെ അപ്പസ്തോലൻ തോമാസ് ലീഗയുടെ പാദസ്പർശമേറ്റു എന്ന് പറയപ്പെടുന്ന ഒരു അടയാളവും അതിലൊരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ അന്ന് ഒരുപാട് ആളുകൾ അകലേന്ന് വന്ന്, അന്നത്ര യാത്രാ സൗകര്യമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ അകലേന്ന് വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമായിരുന്നു വസൂരി. അപ്പൊ അതിനൊക്കെ ഇവിടെ വന്ന് ശാശ്വതമായ പരിഹാരങ്ങൾ നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അവർ കൊടുത്ത നേർച്ചയുടെയും ഫലമായിട്ട് അടിവാരത്തൊരു കൈപ്പോള പണിതും ശേഷം പിന്നെ ഒരു പള്ളി വേണമെന്ന ആവശ്യം ജനങ്ങളിൽ ഉയർന്നു വന്നു. അങ്ങനെ ഒരു പള്ളി അവിടെ ഉണ്ടായി. പിന്നീട് വന്ന അച്ഛന്മാരുടെ കാലഘട്ടത്തിൽ അത് പേരാമ്പ്ര പള്ളിയിൽ തന്നെ നോട്ടത്തിലായിരുന്നു. പിന്നീട് അത് ഇടവകയായി തിരിയുകയും ചെയ്തു. ഇന്ന് ഈ കാണുന്ന ഈ സൗകര്യങ്ങളിലേക്ക് 2006 വിശുദ്ധ തോമാസ് ലീഗയുടെ തിരുശേഷിപ്പ് കനകമല കുരിശുമുടി തീർത്ഥാടനത്തിൽ സൂക്ഷിക്കുന്നത്. അതിനുശേഷം ഈ തീർത്ഥാടനം ഓരോ സമയത്തും മഹാ തീർത്ഥാടനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ തവണ ഈ തീർത്ഥാടനത്തിന് കൊണ്ടുവരുന്ന വിളക്ക് ഈ ദീപശിഖ തൃശ്ശൂര് അതിരൂപതയിൽപ്പെട്ട കുടുംബത്തിന്റെ മാധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് ഔസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ആണ് കൊണ്ടുവരുന്നത്, വേലുപ്പാടത്തുനിന്ന്. അതിവിടെ വന്ന് ഏറ്റുവാങ്ങി ഇവിടെ അന്ന് മുതൽ തീർത്ഥാടനം തുടങ്ങാണ്. 50 ദിവസം. ഈ 50 ദിവസം കഴിഞ്ഞ കൊല്ലം 1,17,362 പേരാണ് പങ്കെടുത്തായിട്ടാണ് നമുക്ക് ഇവിടെ ഔദ്യോഗിക കണക്കുള്ളത്. ഈ തവണ നമ്മളൊരു 1,4 ലക്ഷം ആളുകളെയാണ് ഏകദേശം കണക്കാക്കുന്നത്. അന്ന് ഈ തീർത്ഥാടനം തുടങ്ങുന്ന അന്ന് മുതൽ ഇവിടെ നേർച്ച കഞ്ഞി തീർത്ഥാടനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. മുകളിൽ വാഷ്റൂം സൗകര്യങ്ങൾ അതുണ്ട്, ബാത്റൂമും കാര്യങ്ങളും അവിടെ ഉണ്ട്. അടിവാരം പള്ളിയിലും ഒരു ബാത്റൂം കോംപ്ലക്സ് സൗകര്യങ്ങൾ അത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടിവാരത്ത് വരുന്ന ഭക്തർക്ക് വേണ്ട നേർച്ച എണ്ണ, നേർച്ച തേൻ, അരി വഴിപാട്, അതിന് അമ്പ്, ലില്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്യാനുണ്ട്. വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പള്ളിയുടെ തന്നെ ഏകദേശം 3 ഏക്കർ സ്ഥലത്തോളം ഒരു പാർക്കിങ്,
ഈ കനകമല തീർത്ഥാടനം ഈ കനകമലക്കാർ മുഴുവൻ നെഞ്ചിലേറ്റിയ ഒരു തീർത്ഥാടനം ആയതുകൊണ്ട് തന്നെ നാനാജാതി മധ്യസ്ഥർ അവരവർ ആവുന്ന അണ്ണാരക്കണ്ണാനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ എല്ലാ വീടിന്റെയും ഗേറ്റുകളും പടികളും തുറന്നിട്ട് അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനും ആളുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കുന്നതിനും നാനാജാതി മധ്യസ്ഥരും വളരെ തയ്യാറാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തീർത്ഥാടനത്തിന് കിട്ടുന്ന ഒരു ചെറിയ നീക്കിരിപ്പുള്ളതുകൊണ്ട് ഒരുപാട് വൈദ്യസഹായങ്ങൾ കൊടുക്കാൻ കഴിയുന്നു. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനും അതുപോലെ ചാരിറ്റബിൾ പ്രവർത്തനത്തിനാണ് നമ്മൾ കൂടുതൽ ഇതിന്റെ പൈസകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആളുകൾക്ക് അതിന്റെ ഈ 50 ദിവസം ഒരുപാട് അനുഗ്രഹ ദിവസങ്ങളാണ്. എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന നല്ലൊരു വർഷമായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കും. അതോടൊപ്പം എല്ലാവരെയും കനകമല പള്ളിയുടെ കൈക്കാരെന്നുള്ള നിലയാക്കി എല്ലാവരെയും ഈ കനകമലയുടെ തോമാശ്ലീഹയുടെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ 87ാമത്തെ തീർത്ഥാടനമാണ് ഈ 15-ാം തീയതി മുതൽ ആരംഭിക്കുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് അനുഗ്രഹം വാങ്ങാനും അതുപോലെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് പുണ്യാളനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടി കാര്യങ്ങൾ സാധിക്കാനും പറ്റിയ അവസരമാണ്. ഈ അവസരത്തിൽ എല്ലാ ജനങ്ങളും കഴിയാവുന്ന എല്ലാ ജനങ്ങളും മല കയറാനും അതുപോലെ പാദസ്പർശമേറ്റ മലയിൽ ചവിട്ടി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു എടുക്കാനും നമ്മൾക്ക് കഴിയണം. അതിനുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും കനകമല പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും കഴിയുന്ന എല്ലാവരും ജാതിപതമേതമന്യേ എല്ലാവരും എത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. വൈദ്യുതി രാത്രി 10 മണി വരെയാണ് ഉണ്ടാവുക. രാത്രി 10 വെള്ളിയാഴ്ചയില് ഫുൾ ടൈം 24 മണിക്കൂറാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഓശാനകാലങ്ങളുള്ള വെള്ളിയാഴ്ചയിൽ നമ്മൾ നടത്താം. വെള്ളി ആ ദിവസങ്ങളിലൊക്കെ 24 മണിക്കൂർ ഉണ്ടാവും. അല്ലെങ്കിൽ 10 മണി വരെയാണ് നമുക്ക് ഇതിന് സൗകര്യം ഉണ്ടാവുക. അതിൽ നിന്ന് എല്ലാവരും മല കയറി ഒന്ന് പ്രാർത്ഥിച്ച് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു.